ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മൾ ഇന്നും കുംഭകോണം ഭാഗത്ത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെയെല്ലാം കണ്ടിട്ട് എന്ത് തോന്നുന്നു? സിറ്റിയിലല്ല, ഞാൻ സിറ്റിയിൽ നിന്നും കുറച്ച് മാറി കുറച്ചൊന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ രണ്ട് സൈഡിലും ഒരു ഹൈവേ ആണ്, ഒരു മറ്റേ മെയിൻ ഹൈവേ അല്ല, അല്ലാത്തൊരു റോഡാണ്. രണ്ട് സൈഡിലും പുളിമരങ്ങൾ, തണൽ വൃക്ഷങ്ങൾ സൂക്ഷിച്ച് നിൽക്കണം. അത്ര സ്പീഡിലാണ് വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഓട്ടോയിൽ നിന്നൊരു മാറ്റം. ഓട്ടോയുടെ സാരഥിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതായത് സാദിഖിനെ കൂടി ഞാൻ ഓട്ടോ സുഹൃത്തിനെ വിളിച്ചു, നമ്മളോടൊപ്പം കാറിൽ വരാൻ പറഞ്ഞു. കാര്യം പുള്ളിക്ക് സ്ഥലമൊക്കെ അറിയാലോ. അപ്പോൾ കുറച്ച് ദൂരെ പോവാണ്, ഒരു 20 കിലോമീറ്റർ സഞ്ചരിക്കാൻ പോകുന്നു. കുംഭകോണത്തിൻ്റെ ഔട്ട്സ്കേർട്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും കുംഭകോണം എന്ന് പറഞ്ഞാൽ ടെമ്പിൾ സിറ്റി, അത്രയേ ഉള്ളൂ. കുറേ ക്ഷേത്രങ്ങൾ, ക്ഷേത്രനഗരി എന്ന് മാത്രമേ പുറം ലോകം അറിയുന്നുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ നല്ലൊരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റി ജീവിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കമ്പാരിറ്റീവ്ലി എണ്ണത്തിൽ കുറവായിരിക്കാം, പക്ഷേ ഹിന്ദു സമൂഹം പോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളും ഏതാണ്ട് ഒരേ അളവിൽ ഇവിടെ ഉണ്ട്. അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മാത്രമല്ല, ഇവിടെ ടെമ്പിൾ ടൂറിസം മാത്രമല്ല, ഇവിടെ കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്, കുറേ ഇൻഡസ്ട്രീസ്. ആ കാര്യങ്ങളും അറിയുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് വേറൊരു ഏരിയയിലാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോഴും അവിടെയും ക്ഷേത്രങ്ങളുണ്ട്. അതുകൂടാണ്ട് കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അത് ഈ വിവാഹ ആവശ്യങ്ങൾക്കെല്ലാം അവർക്ക് ഓർഡർ കൊടുത്താൽ അവർ ചെയ്തു കൊടുക്കും. അത് കുംഭകോണം സിറ്റിയിൽ കിട്ടുന്ന പലഹാരങ്ങളൊന്നും അല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിവാഹ ആവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പറഞ്ഞാൽ മുസ്ലിം വിവാഹങ്ങളുടെ കാര്യത്തിലെല്ലാം 1000 പേർക്ക്, 2000 പേർക്ക്, 500 പേർ, അങ്ങനെ ഓരോരോ വലിയ വലിയ ഫങ്ഷൻസിന് വേണ്ടി ഇവരുടെ അടുത്ത് ഓർഡർ കൊടുക്കും. അവർ ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വീറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ സ്ഥലം അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. അത് കൂടാണ്ട് ടെമ്പിൾസ് ഉണ്ട്, കുറച്ച് അങ്ങോട്ട് മാറി, ഇച്ചിരി മാറിയുള്ള ടെമ്പിൾസ് ഉണ്ട്, അവിടെയും പോകണം. കുറച്ച് കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിപ്പ് അങ്ങനെയാണ്. അപ്പോൾ കാറിലിരിക്കുവാണ് സാധിക്ക്, നമ്മൾ കാറിൽ കയറി പോകാം. ഓക്കെ, ഓട്ടോ തൽക്കാലം ഹോട്ടലിൻ്റെ അവിടെ നമ്മൾ പാർക്ക് ചെയ്തു. സിറ്റി ഓട്ടത്തിന് ബെസ്റ്റ് ഓട്ടോ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഔട്ട്സ്കേർട്സിലേക്ക് പോകുമല്ലേ. രാജഗിരി എന്ന സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെ നിന്ന് കുംഭകോണത്തിൻ്റെ ഔട്ട്സ്കേർട്സാണ് രാജഗിരി റാസി ബേക്കറി. അങ്ങനെ നമ്മളൊരു ഗ്രാമപ്രദേശത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ടൗൺഷിപ്പ്. ഇവിടെ ഇത് കംപ്ലീറ്റ് ഒരു മുസ്ലിം ഏരിയ ആണ്. ട്രിവാൻഡ്രത്ത് ഭീമാപ്പള്ളിയൊക്കെ ഇല്ല, ആ ഭാഗം പോലെയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാ കടന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു കട പോലും, ചെറിയ 1-2, ഇപ്പോൾ ഈ ബേക്കറീൻ്റെ അപ്പുറത്തൊരു ബേക്കറി മാത്രമേ തുറന്നിട്ട്, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ ഷോപ്സിലും ഒരുപാട് ഫോറിൻ ഗുഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വാങ്ങാൻ കിട്ടുന്ന പറഞ്ഞത്. ഇതാണ് ആ ബേക്കറി. ഇത് ഓപ്പൺ ആണ്, നമുക്കൊന്ന് നോക്കാം ഇവിടുത്തെ കാര്യം. സ്പെഷ്യൽ പലഹാരങ്ങൾ നമുക്കൊന്ന് കാണാം. ദം റൂട്ട് എന്നാണ് ഇത്. ദം റൂട്ട് ഒന്ന് ഓപ്പൺ. ഇതാണ് ദം റൂട്ട്. പിന്നെ ദം റൂട്ട് എന്ന് പറയുന്നത് ഇത് എന്താ? റവയിലാ? റവ എഗ്ഗെല്ലാം വെച്ചൊരു കേക്ക് പോലെ ഉണ്ടാക്കുന്നത് അല്ലേ? ഇതാണ് ദം റൂട്ട്. ഇവരുടെ സ്പെഷ്യൽ പലഹാരമാണ് ദം റൂട്ട്. റവ, മുട്ട, നെയ്യ്, നല്ല നെയ്യുടെ ടേസ്റ്റ്. ഇത് കറുപ്പട്ടി ദോദൽ മീൻസ് കോക്കനട്ട് ഹൽവ മാതിരി അല്ലേ? കരിപ്പട്ടി ഹൽവ ദോദൽ എന്നാണ് പറയുന്നത്. കരിപ്പട്ടിയും തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ ദം റൂട്ട്, ദോദൽ, ഇതൊക്കെ അവർ ഓർഡേഴ്സ് എടുത്ത് ചെയ്ത് കൊടുക്കുന്നതാണ്. വിവാഹ ആവശ്യങ്ങൾക്ക്, പാർട്ടീസിനൊക്കെ ഇവിടെ ഓർഡർ കൊടുക്കും. ഇതെന്നാ? റവ കേക്കാ? ഓ, ഇത് മൈദയിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, നോർമൽ കേക്ക്. ഇത് റവ കേക്ക്. അത് ഫേമസാ? എല്ലാം വെറൈറ്റി. മുട്ട വർക്കിയോ? എന്താ സംഭവം? അതൊരു റസ്ക് പോലെ ഇരിക്കുന്നു. ഇതെല്ലാം പുതിയ പലഹാരങ്ങളാണ്, ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് കാണാറുണ്ടല്ലോ, പലഹാരങ്ങൾ. അതുപോലെ ഇവിടെ കുംഭകോണം വന്ന്
കുറച്ച് ഒരു 10-20 കിലോമീറ്റർ അകത്തോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കേട്ടിട്ടില്ലാത്ത പുതിയ പലഹാരങ്ങൾ കാണാം. ഇതാ ഇഞ്ചി കൊത്തോ, ജിഞ്ചർ ബിസ്ക്കറ്റാ, പണിയാരം. ഓ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഷേപ്പാ. ഓ, അതുകൊണ്ട് ഇഞ്ചിക്കൊത്ത് പറയോ? ഇഞ്ചിക്കൊത്തെന്ന് പറയും. ഇതിൽ ഇഞ്ചി ഇല്ല. ഓ, റവയിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരം. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇഞ്ചി, ഉണങ്ങിയ ഇഞ്ചി ഇരിക്കുന്ന പോലെ തോന്നും. ഇത് മൈദയിലാണ്, മൈദ. ആ, ഇത് മൈദയിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇഞ്ചിക്കൊത്തെന്നാണ് ഇതിന് പറയുന്നത്. കണ്ടാലൊരു ഇഞ്ചി. പിന്നെ ഇതെന്നാ? ഇത് അതിരസമാ? ചീനിവട. അതായത് ശർക്കരയാ, ഷുഗറാ, റവ, റൈസ് ഫ്ലവർ, റവ, ശർക്കര അല്ലെങ്കിൽ ഷുഗർ ഒക്കെ വെച്ചിട്ടുണ്ട്. ചീനിവട, വടയുടെ ഷേപ്പില്, പക്ഷെ സ്വീറ്റ്. പറഞ്ഞ എടുക്ക. ഇത് ഒരുപാട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നോക്കി, ഇത് നോക്കേ, ചീനിവട. ഇതെല്ലാം ചീനിവടയാണ്. ചീനിവട മീൻ ഷുഗർ വട. പാലൊഴിച്ച് കഴിക്കൂലേ? ഓ, പഫായിട്ട് വരും. നമ്മള് അത് ശരി. കോൺഫ്ലേക്സ് ഒക്കെ കഴിക്കുന്നതിന് പകരം കഴിക്കാം അല്ലേ? പിന്നെ എന്നാ പറയും? സ്വീറ്റ് തന്നെ അല്ലേ? പാൽപൂരി. ഈ പാലിന്റെ പോട്ട് സാപ്പിടും. ആ, പേരെന്നാ പറഞ്ഞു? സ്പെല്ലിംഗ്? ഓക്കെ, പത്തർ പൂരി. ഇത് പാലൊഴിച്ച് കഴിക്കുന്നതാണ്, സ്വീറ്റാണ്. ഇതാ ചീനിവട. ഓക്കെ, വടയുടെ ആകൃതിയിൽ ഉഴുന്ന വട പോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഇത് സ്വീറ്റ്. റവ ഉണ്ടല്ലേ? റവ, മൈദ, റൈസ് ഫ്ലവർ ആണ്. റവ, റൈസ് ഫ്ലവർ, ഷുഗർ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ കാര്യം. ഇത് ഇഞ്ചി, ഇഞ്ചിക്കൊത്തെന്ന് പറയും. ഇതെന്ത് പറയും? പിന്നൽ പണിയാരം. പിന്നൽ പിന്നൽ പോലെ ഡിസൈൻ. ഇത് സെയിം ടേസ്റ്റാന്ന് പറഞ്ഞ ഇഞ്ചിക്കൊത്ത്, ചീനിവട, പതർപൂരി, ഓ, ചുരുൾ പണിയാരം. കുഴലിൻ്റെ അത് വലിയ, നമ്മുടെ കുഴലപ്പം ഇല്ലേ അതിൻ്റെ വലുത്. ഇത് ഇവർ പറയുന്നത് സുരുൾ പണിയാരം. അങ്ങനെ ചുരുട്ടിയാണ് വെച്ചേക്കുന്നത്. ഇത് റൈസ് ഫ്ലവറിൽ ഉണ്ടാക്കുന്നതാണ്. സ്വീറ്റാ, കൊഞ്ചം സ്വീറ്റ്. എടുക്കട്ടാ ടേസ്റ്റ്. ഇതിൻ്റെ ഇതുണ്ടോ, നൂലൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടിയിട്ടാണ്. അത് ഇതിങ്ങനെ ഷേപ്പിൽ പിടിച്ച് വെക്കാൻ വേണ്ടി അല്ലേ? കരുകരുപ്പാണ്. അല്ലേ? ഞാൻ പൊട്ടിച്ചെടുത്തു. ക്രിസ്പി. സ്വീറ്റ് അങ്ങനെ സ്വീറ്റല്ല, നോർമൽ. ചായക്ക് ബെസ്റ്റ്. കടി ചായ ബെസ്റ്റ്. സുരുൾ പണിയാരം. ആദ്യമായിട്ടാണ് കേട്ടോ ഈ പലഹാരം കാണുന്നത്. നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന ഒരാൾക്കാർ എല്ലാം കാണണമല്ലോ. ഇത് പാലൊഴിച്ച് കഴിക്കണം. ഇത് എത്ര ദിവസം ഷെൽഫ് ലൈഫ്? ഇത് എത്ര ദിവസം? 1 വീക്ക് ഇരിക്കും അല്ലേ? മേടിച്ചിട്ട് പോകാൻ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് പാലൊഴിച്ച് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ പഫപ്പ് ചെയ്യുന്ന പോലെ. ഇത് മറ്റേ ഫ്രൈഡ് പൂരി. ഇതിൻ്റെ അകത്തെ ഫില്ലിംഗ് എന്താണ്? തേക്കാം, ഷുഗർ. ഇതിന് പറയാ, നിങ്ങൾ എന്താ പറയാ? പൂരി പൂരിയാണ്. പൂരിയാണ്. സമോസ, 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 സമോസ പൂരിയാണ്. ചായ കുടിക്കുമ്പോൾ സമോസ സാപ്പിടില്ലേ, അതേ ഇത് സമോസ. സമോസ എന്ന് പറയുന്നത്. സമോസയ്ക്ക് വരെ സമോസ. ആണിയൻ இந்த மாதிரி இருக்காது. അകത്ത് തേങ്ങ, ശർക്കര, അണ്ടിപ്പരിപ്പ് അങ്ങനെയല്ല. ഇതും കേടാവാണ്ടിരിക്കുന്നതാണ്. ആ, വലുത് എന്നാ ഇത്? എന്താ സ്വീറ്റ്? ഓഹോ, മാരേജ് ഫംഗ്ഷനൊക്കെ ഇതാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ചടങ്ങ് പ്രധാനമാണ് അല്ലേ? ഇതെന്നാ പറഞ്ഞ? അലിയാത്തരം. റൈസ് ഫ്ലവർ, വെള്ളം, അതിരസം മാതിരിയാ? അതിരസം, ചുവി പലഹാരം. ഇത് അവരുടെ വിവാഹങ്ങൾക്കെല്ലാം വളരെ മസ്റ്റാന്നാ പറയുന്നത്. ഇത് കാര്യം. ഇതിന് എന്താ പേര് പറയാ?
അളിയാതരം അളിയന് കൊടുക്കുന്നതാണോ? അളിയാതരം. ഓക്കെ. അതിരസം സൈഡ്. ഇതെല്ലാം മുസ്ലിം വെഡിങ്ങിന് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഇടയിൽ വളരെ പോപ്പുലറാണ്. അതായത് കുംഭകോണം സൈഡിൽ ഈ ഭാഗത്തൊക്കെ ഉള്ള മുസ്ലിം സമുദായത്തിലെ ആൾക്കാരുടെ വിവാഹത്തിന് ഈ പലഹാരങ്ങളെല്ലാം ഉണ്ടാകും. എല്ലാം അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നു, ഫസ്റ്റ് ടൈം കേൾക്കുന്നു. ഇത് ഒരു പേര് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇത് ന്യൂ ഇൻഫർമേഷൻ. നാൻകട്ട്. നിങ്ങളെന്താ പറയാ? നാനാഹട്ടാന്നോ? നാനാഹത്ത. ഇത് ആ നാൻകട്ടയുടെ അതേപോലെയാണ്, പക്ഷെ നമ്മുടെ അവിടെ ഇങ്ങനത്തെ ടൈപ്പ്. No, it's totally different from gooseberry. Gooseberry is it's like a milky taste. It's use yelaka. Yelaka taste. Elachi flavor. मैदा हो यार तुम्हारा. Okay. It's maida. मैदा प्लस इलायची. मैदा इलायची डालडा Dalda. शुगर ഏലക്കയുടെ ഫ്ലേവർ. യെസ്, ഡിഫറെൻറ്റ്. നൺകട്ട്സിൻ്റെ ഒരു ഫാമിലിയിൽ വരും. டிஃபரண்ட் ஸ்வீட் எங்கேயுமே நீங்க பாத்துக்க மாட்டீங்க. நீங்க ஃபர்ஸ்ட் டைம் இது பாத்தீங்க. യെസ്, എങ്കേയും പാത്രം ഇല്ല, കിടയാതെ. തമിഴ്നാട്ടിലെ മാക്സിമം ഇതാണ് മാക്സിമം ഇത്. ഇവിടെയാണ് അത് മാക്സിമം കിട്ടുന്നത്. ഈ സ്ഥലപ്പേര് ഒരു പേര് രാജഗിരി. രാജഗിരി റാസി ബേക്കറി. വരൻ്റെ വീട്ടിലേക്ക് പെണ്ണ് വീട്ടുകാർ കൊടുക്കുന്ന പലഹാരങ്ങളുടെ കൂട്ടത്തിൽ ഇതെല്ലാം ഉണ്ടാകണം എന്നാണ്. എല്ലാം ഡിഫറെൻറ്റ് പലഹാരങ്ങൾ. എന്താ ഇതിൻ്റെ പേര് നോക്കിയേ? ഇതെന്താ പറഞ്ഞു? നാനഹത്ത. എനിക്കെല്ലാം മറന്നു പോണു കേട്ടോ പേര്. എൻ്റെ ദമ്രൂട്ട് ടേസ്റ്റും ചെയ്തു. മുട്ട വറുക്കി. அது ரொம்ப ஃபேமஸ் இங்க. ஓல்ட் ஃபேமஸ். മുട്ട വറുക്കിയ. சாயோட கறி சாப்பிடுறது. ആ ഇത് തന്നെ ചോദിച്ചത് നേരത്തെ. Vintage variki. വിന്റേജ് വർക്കിയ. വർക്കി VAKI വർക്കി. இது വിന്റേജ് വർക്കി. இது வந்து ஒரு മുട്ട വർക്കി. ഒന്ന് ഓപ്പൺ ചെയ്യോ? ഇതൊരു റസ്ക് മാതിരി. இது வந்து ചായയോടെ. ഇതേപോലത്തെ പലഹാരങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഇത് കൊടുക്കാം. പക്ഷെ ഇത് നാട്ടിലൊക്കെ കൊണ്ടുവരാൻ പാടായിരിക്കും. ഇത് ഇവരുടെ ചിക്കൻ പൊറോട്ട. ഇങ്ങനെ സ്റ്റഫ് ചെയ്തത്, സ്റ്റഫ്ഡ് ചിക്കൻ പൊറോട്ട, ഫുൾ സ്റ്റഫ് എല്ലാം കൂടെ ഡെയിലി ഓർഡറോ? ഫുൾ ആൻഡ് ഫുൾ സ്റ്റഫ്ഡ് ചിക്കൻ. അടിപൊളി. ഓക്കെ, സ്റ്റഫ്ഡ് ചിക്കൻ, സ്റ്റഫ്ഡ് പൊറോട്ട. ഗംഭീരം. എല്ലാം വെറൈറ്റി, ഓൾ വെറൈറ്റീസ്. ഇത് ഭയങ്കര ക്രിസ്പി അല്ലേ? മുട്ട വർക്കി. അതായത് அதுல வந்து என்ன டிஃபரன்ஸ் கேட்டிங்கனா ഒരു റസ്ക് പോലത്തെ ഒരു ബൺ டைப் முட்டை எங்க போடும்? ஒரு சைடு ஹார்ட், ஒரு சைடு சாஃப்ட். ചായയിൽ തൊടുம்போது അത് ഹാർഡായിരിക്കും. ചായയിലിടുമ്പോൾ நாங்க அதை சின்ன ചായയിലിടുമ്പോൾ സോഫ്റ്റ് ആവും. தொடும்போது அந்த உப்பி இருக்கிறது வந்து சாஃப்ட் ஆயிடும். இது வந்து கொஞ்சம் ஹார்டாவே இருக்கும். அதுதான் அந்த டேஸ்ட். ഒരു ബണ്ണിന്റെ ഷേപ്പിലെ റസ്ക് എങ്ങനെയുണ്ട് അതുപോലെ. മുട്ട വർക്കി എന്ന് അവർ പറയുന്നത്. റവ കേക്കാ? ഇല്ല, ഷേപ്പ് അച്ച്. അത്രേ ഉള്ളൂ. ഓക്കെ, അച്ചിന്റെ ഷേപ്പ്. ഓക്കെ, അച്ച് കേക്ക്. ഒരു ഫ്ലേവർ ഏലക്കയുടെ ഫ്ലേവറാണ്. ഓക്കെ, സോ മെനി ഐറ്റംസ്. അപ്പോൾ കുംഭകോണത്തിൽ നിന്നും ഒരു 20 കിലോമീറ്റേഴ്സ്. ഇത് ഓൾഡ് റോഡ് തഞ്ചാവൂരിലേക്കുള്ള. പാപനാശം കഴിഞ്ഞിട്ട് ഒരു 3-3.5 കിലോമീറ്റർ ആകുമ്പോൾ ഈ സ്ഥലമെത്തും, രാജഗിരി. അപ്പോൾ ഇവിടെ രാജഗിരി റാസി ബേക്കറി എന്നാണ് ഈ ബേക്കറിയുടെ പേര്. ഇവരാണ് ഇങ്ങനെ ഹോൾസെയിലായിട്ട് ഇഷ്ടം പോലെ ഓർഡേഴ്സ്. ഈ വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് ഇത് ഇവർക്ക് കസ്റ്റമറി ആയിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് മസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിവാഹ ആവശ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഹോളി ആയിട്ട് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കസ്റ്റമറി ആയിട്ട് ഇതൊക്കെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇവർക്ക് ഓർഡേഴ്സ് കിട്ടും. ഇപ്പം നമ്മുടെ നാട്ടിൽ എനിക്കറിയില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ എന്ന്. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഇവരുടെ നമ്പറും ഇത് ഡീറ്റെയിൽസ് എനിക്ക് കാർഡ് തന്നിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
വിളിച്ച് സംസാരിക്കുക. അപ്പോൾ അവർക്ക് അവിടെ എത്തിച്ചു തരാൻ പറ്റുമോ എങ്ങനെയാണ് എന്നുള്ളത്. ഇവർക്ക് ഇഷ്ടം പോലെ ഓർഡേഴ്സാണെന്ന് പറഞ്ഞത്. ത്രൂ ഔട്ട് തഞ്ചാവൂർ ആൻഡ് കുംഭകോണം ഉള്ള എല്ലാ മോസ്റ്റ്ലി മുസ്ലിം പോപ്പുലേഷന് വേണ്ടിയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അവർക്കാണ് ഇത് കസ്റ്റമറായിട്ട് ആവശ്യം വരുന്നത് എല്ലാ ഫങ്ഷൻസിനും. അപ്പോൾ നമ്മുടെ നാട്ടിലും നോക്കാം, ഇതൊരു പുതിയ ഇതല്ലേ. ഞാൻ ഫസ്റ്റായി കേട്ടോ ഇതെല്ലാം കേൾക്കുന്നതും കാണുന്നത്. അപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ്റെ ആ ഭാഗത്തേക്കും കൂടി ഒന്ന് പോകാം. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത്. ഇഷ്ടംപോലെ പുതിയ പുതിയ പലഹാരങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഈ വെറൈറ്റി ആയിട്ടുള്ള പേരുകളുള്ള പുതിയ പുതിയ പലഹാരങ്ങൾ കിട്ടുന്നൊരു സ്ഥലം, ആ ഏരിയ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെയാണ് ഇവിടെ ഓടി വന്നത്. 20 കിലോമീറ്റർ താണ്ടി വന്നത്. 20 കിലോമീറ്ററൊക്കെ വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണല്ലോ കുംഭകോണത്തിന്. ഇപ്പം നമ്മളൊരു ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാരല്ലേ, നാട്ടിൽ നിന്ന് എത്ര ദൂരം നമ്മൾ കാറിൽ സഞ്ചരിച്ചാണ് വന്നത്. അപ്പോൾ ഇത് നമ്മൾ അറിയുകയാണ്, പഠിക്കുകയാണ്. പുതിയ പുതിയ ഈ ഒരു ട്രാവലോഗ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ, ഓരോ റീജിയനിലെയും ഭക്ഷണ സംസ്കാരവും ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവരുടെ പ്രൊഡക്ഷനിൽ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും കാണാമായിരുന്നു. പക്ഷേ ഇത് വളരെ എന്താ പറയുക, ഡിസ്റ്റിങ്ക്റ്റായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പേര് എല്ലാം. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ കൊടുക്കാം. കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാം. ചീത്താകാത്ത കാര്യങ്ങൾ നാട്ടിൽ കൊണ്ടുപോയാൽ ചീത്താകാത്ത കാര്യങ്ങൾ വാങ്ങിക്കാം. അതവരുടെ പഴയ കുഞ്ഞ് ബേക്കറി, ഇത് കുറച്ചുകൂടെ മോഡേൺ ബേക്കറി. കാര്യം ഇത്തരം പലഹാരങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് ഇവിടെയുള്ള ബേക്കറീസിലും എല്ലാം ഈ പലഹാരങ്ങളാണ് വിൽക്കുന്നത്. അപ്പോൾ കേടാവാത്ത കുറച്ച് പലഹാരങ്ങൾ മേടിച്ചു. നാട്ടിലേക്ക് 2-3 ദിവസം കഴിഞ്ഞ് പോയാലും കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. പക്ഷേ ഇതാണ് സംഭവം, നമ്മൾ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത കുറച്ച് പുതിയ പലഹാരങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സഞ്ചരിച്ച് മുന്നോട്ട് വന്നു. ആ ബേക്കറിയുടെ ആ ഭാഗത്ത് നിന്ന് ഇതിപ്പോൾ പാപനാശം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇതെല്ലാം ഒരു 20 കിലോമീറ്റേഴ്സ് ചുറ്റളവിലുള്ള സ്ഥലമാണ് കുംഭകോണത്ത് നിന്ന്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ഇത് 108 ശിവാലയം എന്ന് പറയുന്ന ഒരു ടെമ്പിളാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ 108 ശിവലിംഗങ്ങൾ, ഒരു ഹാളിൽ തന്നെ 108, 2-3 ഭാഗത്തായിട്ട് 108 ശിവലിംഗങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഐതിഹ്യം പറയുന്നത് ശ്രീരാമ ഭഗവാനാണ് ഇവിടുത്തെ ഈ ക്ഷേത്രം പണിതതെന്നും ഇവിടെ ശിവലിംഗങ്ങളെല്ലാം സ്ഥാപിച്ചതെന്നുമാണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പാപമോചനം കിട്ടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. നന്ദി വിഗ്രഹം ഏത് ശിവ ടെമ്പിളിൽ പോകുമ്പോഴും കാണാം. അപ്പോൾ ഇവിടെ ശിവൻ്റെ വിഗ്രഹമുണ്ട്, പ്രതിഷ്ഠയുണ്ട്. ശിവഭഗവാന്റെ ഫ്രണ്ടിൽ നന്ദിക്കൊപ്പം തന്നെ കാമധേനുവിനെയും പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും ഇതിപ്പോൾ 4 മണി സമയം ആകുന്നേ ഉള്ളൂ. ജസ്റ്റ് ടെമ്പിൾ തുറക്കുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് നേരമായിട്ട് കാറിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ വെയിൽ ചൂടും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാം. ഇതൊരു വില്ലേജ് ഏരിയയാണ്. പാപനാശം എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പോകുന്ന വഴിക്കാണ്. കുറച്ച് വില്ലേജ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഈ ഭാഗം. ഈ പാപനാശം മറ്റ് ഡാം സൈറ്റ് അല്ല കേട്ടോ, ഇതല്ലാത്ത ഇവിടെ കുംഭകോണത്തിനടുത്തുള്ള പാപനാശം. അതായത് ഈ ഹാളിനകത്താണ് 106 ശിവലിംഗങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 106. ബാക്കി 2 ഉണ്ട്. 7ഉം 8ഉം സെപ്പറേറ്റ് ആയിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. അത് ഒരെണ്ണം എന്ന് പറയുന്നത് 7ഉം 8ഉം, അതായത് ശ്രീരാമലിംഗ ഇത് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീരാമലിംഗേശ്വര ടെമ്പിൾ. 106 ശിവലിംഗങ്ങൾ ഇങ്ങനെ ഒരു ഹാളിൽ 2-3 ഭാഗത്തായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, ലൈനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2 എണ്ണം ഹനുമാദസ്വാമിയും രാമലിംഗസ്വാമിയുടെയാണ് ഒരു ശിവലിംഗം. അത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. പിന്നെ അതുപോലെ ഹനുമാദസ്വാമി ക്ഷേത്രത്തിൻ്റെ ജസ്റ്റ് വെളിയിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് 106 ശിവലിംഗങ്ങൾ വെച്ചിരിക്കുന്ന ഹാള്. ഇവിടെ പ്രാർത്ഥനയോടുകൂടി ഇത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ചുറ്റി വരണം എന്നാണ് പറയുന്നത്. പൂ മേടിച്ചിട്ട് എല്ലാ ശിവലിംഗങ്ങളും ഇങ്ങനെ വയ്ക്കുന്ന ഒരു പതിവുണ്ട്. വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചുറ്റിപ്പോകണം. ആ മിഡിൽ പോർഷനിൽ കയറാണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട്
ഇതുവഴി തിരിച്ചു പോകണം ഇങ്ങനെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ ഒന്ന് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ, ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്. അത് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ശ്രീരാമർ ഹിസ്റ്ററി ഓഫ് ദ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്, അതായത് ശ്രീരാമ ഭഗവാനാണ് ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചതും ഈ ക്ഷേത്രം പണിതതും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം കൊണ്ടുവന്നത്. അപ്പോൾ അത് ഹനുമാൻ സ്വാമിയുണ്ട്, സീതാദേവി, ലക്ഷ്മണ ഭഗവാൻ. അതിൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് ദി ടെമ്പിൾ എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. സിംബോളിക്കായിട്ട് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട്. ഇവിടെ വള്ളി സുബ്രഹ്മണ്യർ ദേവയാനി, ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയും 2 ഭാര്യമാരുമായിട്ട് നിൽക്കുന്ന പ്രതിഷ്ഠയുണ്ട്. ഈ ചെറിയൊരു ഉപദേവമായിട്ട് ക്ഷേത്രം. ഇനി മെയിൻ ശ്രീകോവിലിൻ്റെ അകത്താണ്. ഇത് 106 ശിവലിംഗം, 7ഉം 8ഉം ഇവിടെയാണ്. അതായത് മെയിൻ ശിവലിംഗം ഇവിടെ. അതാണ് ശ്രീ രാമലിംഗ സ്വാമി. ഇതിനകത്തൊരു ശിവലിംഗം, അതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇവിടെ ഉപദീപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വിനായകർ, ഗണപതി ഭഗവാൻ. അകത്ത് തന്നെ നമ്മൾ മുരുക ഭഗവാനെ ഭാര്യമാരോടുകൂടി കണ്ടു. ക്ഷേത്രത്തിൻ്റെ വെളിയിലായിട്ട് ഗണപതി ഭഗവാൻ. ഇത് ചുറ്റമ്പലത്തിൻ്റെ പുറത്തിറങ്ങുമ്പോഴാണ്. ഇനി ഒരു ശിവലിംഗം കൂടെ. അപ്പോൾ 106 പ്ലസ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പിന്നെ വെളിയിൽ ഒരെണ്ണമുണ്ട്, നന്ദി ഭഗവാൻ. പ്രധാന ക്ഷേത്രത്തിന് വെളിയിലാണ് കേട്ടോ, ആ മതിൽക്കെട്ടിൻ്റെ വെളിയിലാണ് ഒരു ശിവലിംഗം. അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് 108 ആകുന്നത്. ഇത് വെളിയിലോട്ട് ഇറങ്ങുന്ന മറ്റൊരു റോഡാണിത്. ഇത് ഹനുമന്ത ലിംഗം. അങ്ങനെ ടോട്ടൽ 108 ശിവലിംഗം. അപ്പോൾ നമ്മൾക്കറിയാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത എത്ര ക്ഷേത്രങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ പോയ വഴിക്ക് പാപനാശത്തിൽ ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു റൂട്ട് വന്നത്. പാപനാശം അറിയാമായിരുന്നു ഇവിടെ വരണം എന്ന്. പാപനാശം 108 ശിവാലയം എന്നാണ് ഞാൻ പറയുന്നത് ഈ ടെമ്പിളിന്. അപ്പോൾ ശിവഭഗവാനാണ് രാമലിംഗസ്വാമിയായിട്ട് ഇവിടെ സങ്കല്പം. ഇതൊക്കെ ഒരു ഗ്രാമമാണ്, ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഗ്രാമപ്രദേശമാണ്. പാപനാശം എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശം. ഇത് ഡാമും വാട്ടർഫാൾസും ഉള്ള പാപനാശമല്ല. അത് നമ്മൾ തെങ്കാശി റൂട്ടിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് എത്താൻ പറ്റുന്നു. മുണ്ടൻതുറൈ എന്നൊക്കെ പറയുന്ന കലക്കാട് മുണ്ടൻതുറൈ ആ റൂട്ടിലാണ്. ഇത് കുംഭകോണത്തിനടുത്തുള്ള പാപനാശം. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണേ. നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴിക്ക് നിർത്തിയാണ്. ഇത് സുന്ദര പെരുമാൾ കോവിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ കാണുന്നൊരു വലിയ പെലീശ്വരൊരു കൊട്ടാരം പോലത്തെ വീട് കണ്ടോ. ഇത് ശ്രീ മൂപ്പനാർ, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സിലെ വലിയ നേതാവായിരുന്ന ശ്രീ മൂപ്പനാർ അദ്ദേഹത്തിൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ ജനിച്ച തറവാട് വീട്. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ വണ്ടി നിർത്താൻ പറ്റില്ല. വണ്ടി നിർത്തിയത് കുറേ ആളുകൾ ഓടി വന്നു. എല്ലാവരും മല്ലികപ്പൂ വിൽക്കുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ പൂവായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആ പ്രദേശത്തൊക്കെ മുല്ലപ്പൂവിൻ്റെ കൃഷിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പല ടൈപ്പ് ഓഫ്, ഇത് മുല്ലപ്പൂവാ, മല്ലികപ്പൂ. എന്നാ വില? 100 രൂപയാ ഒരെണ്ണത്തിനോ? എനിക്ക് ഇപ്പം എല്ലാവരുടെയും കൂടെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഇത് തന്നെ, ഇത് പിച്ചിയാ? ഇത് മുല്ലയുടെ മുട്ടും പിച്ചി മുട്ടും അല്ലേ? ഇത് 50 രൂപ. ഇത് ഞാൻ വെച്ചോ. അതെല്ലാം സെയിം അല്ലേ? ഇത് പച്ച നിറത്തിലെ മണമില്ല. ഇത് മണമില്ല, ഇതെല്ലാം മണം. വാസം വരും. ഇത് 100 രൂപ കൂടുതലല്ലേ? ഒരു നാൾ കൃഷിയാണ്, വല്ലപ്പോഴാണ് ആളെ കിട്ടുന്നത്. ഇങ്ങനെ എല്ലാവരും ഫാസ്റ്റായിട്ടല്ലേ പോകുന്നത്. വണ്ടി ഒന്ന് സ്ലോ ചെയ്തപ്പോഴത്തേക്കും വന്നതാണ്. കുറേ ഉണ്ട്. നിങ്ങളെല്ലാം ഒരു ഫാമിലിയാ? സെയിം ഫാമിലിയാ? ഫ്രണ്ട്സ്. ഓക്കെ. ഇതാ ഇവിടെ എല്ലാവരും കൂടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിച്ചി ഇത് 50 രൂപ, ഇത് 100 രൂപ. ഇത് തന്നെ വില? 50, 100.
അതുകൊണ്ട് വില കുറവ് അല്ലേ? ഒരു മുഴ മതി, ഒരു മുഴ, അത്ര വേണ്ട. ഒരു 50 രൂപയ്ക്ക് തരും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇത് രണ്ടുപേര് 50, ഇവിടെ 50. ഓക്കെ, പോതും പോതും, താങ്ക് യു. ഇവിടെ ഗ്രാമത്തിലാ താമസം? അവിടെ ഉണ്ടോ ഒരുപാട് കൃഷിയാ? ഓക്കെ ഓക്കെ. അവിടെ മുല്ലപ്പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. അതാണ് സ്മാരകം, ശ്രീ മൂപ്പനാർ അദ്ദേഹത്തിൻ്റെ സ്മാരകം അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് വെളിയിലിരുന്നാണ് പൂ കെട്ടുന്നത്. ഇപ്പോൾ അടുത്ത ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. ഓൺ ദ വേ ആണ് ഇതെല്ലാം. സ്വാമിമലയ്ക്കും കുംഭകോണത്തിനും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണിത്. അതായത് സ്വാമിമല ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ ഗണപതി ഭഗവാന്റെ ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പൂജയുടെ ആവശ്യത്തിന് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാൻ പറ്റും. ദർഭ എന്നാ വില? 10 രൂപയാ? 10 രൂപയുള്ളൂ. ചില്ലറയൊക്കെ അതും വേണോ? ഓക്കെ. ഇത് തിരുവല്ലംചുഴി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ തിരുവല്ലംചുഴി വെള്ള വിനായകർ ടെമ്പിൾ അപൂർവം കാണുന്നതാണ്. വെള്ള വിനായകർ എന്ന് പറയുമ്പോൾ വൈറ്റ് കളറിലെ ഗണപതി ഭഗവാൻ. ഓക്കെ, ഇതിൻ്റെ ഐതിഹ്യ കഥയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും അകത്തേക്ക് പോകാം. ഇവിടുത്തെ ക്ഷേത്രക്കുളം തെപ്പാക്കുളം. ഇത് മീനിന് കൊടുക്കാനാണ് ഈ പൊരി വാങ്ങുന്നത് ആൾക്കാർ. ഫിഷ് ഫീഡിങ്. ചെറിയ മീനാട്ടോ, എല്ലാം വളരാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ, ആരോ കവറോട് കൂടി ഇട്ടിരിക്കുന്നത്, പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു. ഫീസ്റ്റ് ഈസ് ഓവർ. എല്ലാം ഒരുപാട് പഴക്കമുള്ള ടെമ്പിളാണ്. ഇതെല്ലാം വളരെ പഴക്കമുള്ള ടെമ്പിളാണ്. അതുകൊണ്ട് തന്നെ റിനോവേഷൻ വർക്ക് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. സ്കാഫോൾഡിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാനത് കാണുന്നുണ്ട്. ഇത് ഇവിടെ അത് തന്നെയാണ് കേട്ടോ, പണി നടക്കുകയാണ്. ഓക്കെ, ഇത് പുതിയ കൺസ്ട്രക്ഷനൊക്കെ വരുമ്പോൾ ഇത് മാറും കേട്ടോ. അല്ലെങ്കിൽ കൽത്തൂണുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫീലിംഗാണ് ഇവിടെ വരുമ്പോൾ. ഓക്കെ, ഇതൊക്കെ പഴയതാണ്. ഈ ബലിക്കല്ലും കാണുമ്പോൾ അറിയാമല്ലോ. എലി ഇവിടെ, പിന്നെ നമ്മുടെ ഗണപതി ഭഗവാന്റെ വാഹനം ഇവിടെ ഫ്രണ്ടിലുണ്ട്. ഇത് പുതിയ കൊടിമരം നാട്ടുന്ന പരിപാടിയാണ്. ഇതൊക്കെ ന്യൂ കൺസ്ട്രക്ഷൻ. പുതിയ കൊടിമരം വരുന്നു. ഇതിനകത്ത് കൂടിയാണ് അകത്ത് കയറേണ്ടത്. അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. ഇത് കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. ഇത് ഫുൾ കല്ലാണ്. ഇത് കുറേ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അതായത് നോക്കി, ഇതെല്ലാം നല്ല കരിങ്കല്ല്, ഭയങ്കര നന്നായിട്ടാണ്. ഇതിൽ ഇൻട്രിക്കേറ്റ് വർക്ക്സ് എല്ലാം കൊത്തിയെടുത്തതാണ്.
ഫുൾ എല്ലാ പില്ലേഴ്സും. പിന്നെ ഉള്ളിലേക്ക് നോക്കൊരു ജനാല പോലെ ഉണ്ട് ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ നോക്കും അഴി പോലെ കണ്ടല്ലോ, അത് തടിയൊന്നുമല്ല കേട്ടോ, അത് കല്ലാണ്, കല്ലിൽ കുത്തിയ അഴികളാണത്. ഇതിലൂടെ നമുക്ക് അകത്തെ ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠ ഇവിടെ നിന്നും കാണാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ് കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര അതിശയമാണ്. അത് എത്ര നാളുകൾക്ക് മുന്നേ. ഇവിടുത്തെ സാധാരണ ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ നമ്മൾ കറുത്ത കളറിലല്ലേ കാണുന്നത്, കരിങ്കല്ലിൽ ഇങ്ങനെ. പക്ഷേ ഇത് അകത്ത് പോയി നോക്കണം, വൈറ്റാണ്. വെള്ളക്കല്ല് മീൻസ് ഈ കരിങ്കല്ലിൽ തന്നെ ഒരു വൈറ്റ് കളർ, അല്ലാണ്ട് മാർബിൾ അങ്ങനെയൊന്നുമല്ല. ഈ കല്ല് തന്നെയാണ്, ആ ബ്ലാക്ക് കല്ലാണ്, പക്ഷേ അത് വൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, ഒരു ലൈറ്റ് ഷെയ്ഡ്. അതാണ് ഇതിൻ്റെ പിന്നിലെ. അത് എങ്ങനെ അങ്ങനെ ഈ ഒരു വെള്ള വിനായകർ വന്നു എന്നുള്ളതിൻ്റെ ഐതിഹ്യമാണ് പറയുന്നത്. തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണത്ത് സ്വാമിമലയ്ക്കടുത്തുള്ള തിരുവലഞ്ചുഴി ഗ്രാമത്തിലാണ് ഈ ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവഭഗവാനെ ഇവിടെ കബർദീശ്വരനായിട്ടാണ് ആരാധിക്കുന്നത്. ലിംഗം കൊണ്ട് പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ പത്നിയായ പാർവതി ദേവിയെ ബൃഹന്നയാഗിയായി ഇവിടെ പ്രാർത്ഥിക്കുന്നു. വെളുത്തു നിറമുള്ള വിനായക വിഗ്രഹം കടൽ നുരയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് ഒരു ഐതിഹ്യം. അതിനാൽ ഈ ക്ഷേത്രം സംസ്കൃതത്തിൽ ശ്വേത വിനായകർ ക്ഷേത്രം എന്നും തമിഴിൽ വെള്ളൈ വിനായകർ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. അതായത് വെളുത്ത വിനായകന്റെ ക്ഷേത്രം. പ്രശസ്തമായ ഒരു ഐതിഹ്യം അനുസരിച്ചിട്ട് ദേവരാജനായ ഇന്ദ്രഭഗവാൻ സമുദ്രം ഇളകുന്ന സമയത്ത് കടൽനുരയിൽ നിന്നും ഗണേശ വിഗ്രഹം സൃഷ്ടിച്ച പിന്നീട് ആ വിഗ്രഹം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ക്ഷേത്രത്തിലെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചു. എന്നാൽ പിന്നീട് ഗണേശ വിഗ്രഹം നീക്കം ചെയ്യാൻ അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ആ വിഗ്രഹം അനങ്ങുന്നുണ്ടായിരുന്നില്ല. അതിനാൽ വിഗ്രഹം അത് ഉണ്ടായിരുന്നിടത്ത് തന്നെ തുടരാനായിട്ട് അനുവദിച്ചു എന്നും ഐതിഹ്യം. പലഹാനി എന്നറിയപ്പെടുന്ന ഒരു ജാലകപ്പാളി ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെയുണ്ട്. അതിലൂടെ നമുക്ക് ഉള്ളിലെ വെളുത്ത വിനായക സ്വാമിയെ ദർശിക്കാൻ സാധിക്കും. ചരിത്രാതീത കാലത്ത് കനക ചോളനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രധാന ദേവന്റെ പ്രതിമ വെള്ള വിനായകനാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ അഭിഷേകം നടത്തുകയോ ഏതെങ്കിലും ദ്രാവകങ്ങൾ ദേവന്റെ മുകളിൽ ഒഴിക്കുകയോ ചെയ്യുന്നില്ല. ഇതൊരു ബ്യൂട്ടിഫുൾ ടെമ്പിൾ തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ചുറ്റോട് ചുറ്റും വലിയ മതിൽക്കെട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ പച്ചപ്പാണ്. ഇതിന് ചുറ്റും കൃഷിസ്ഥലങ്ങളോട് കൂടിയാണ് ഇരിക്കുന്നത്. മാവ്, പ്ലാവ്, തെങ്ങ്, അതിൻ്റെ എല്ലാം നടുക്കായിട്ടാണ് ഈ ഒരു കൽമണ്ഡപവും അതിൻ്റെ ഉള്ളിലെ ശ്രീകോവിലും ഒക്കെ. അങ്ങനെ കുംഭകോണം വന്നു കഴിഞ്ഞിട്ട് എത്ര വ്യത്യസ്തമായ ക്ഷേത്രങ്ങളിലാണല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മെയിൻ സിറ്റിയിൽ നിന്ന് വിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ്. ഇത് സ്വാമിമലയിലേക്ക് പോകുന്നതിന് റൂട്ടാണ്. ദാറ്റ് ഈസ് കുംഭകോണം ടു സ്വാമിമല. അതിൽ ഒരു 2 കിലോമീറ്റർ മേലെ പോയാൽ സ്വാമിമല. ഇടയ്ക്ക് വരുന്നതാണ് ഈ ഒരു വെള്ള വിനായകരുടെ ക്ഷേത്രം. അങ്ങനെ വെള്ള വിനായകർ സ്വാമിയെയും കണ്ടു പ്രാർത്ഥിച്ചു, സന്തോഷമായി. അപ്പോൾ ഇവിടുത്തെ ഫിഷ് ഫീഡിങ്, മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. ഭസ്മമാണ് ഇവിടുത്തെ പ്രസാദം, ചന്ദനമല്ല ഭസ്മമാണ് കിട്ടിയത്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി പോയിട്ട് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണതും. ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ട്. അവിടെ പുറത്ത് അതിനുള്ള ഭക്ഷണമുണ്ട്, ആൾക്കാർ മേടിച്ചുകൊണ്ടത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അഗസ്തിക്കീരയുടെ ഇലയാണ് കൊടുക്കുന്നത്. അയ്യടാ, ഭയങ്കര നല്ലതല്ലേ അഗസ്തിക്കീരയുടെ ഇല. ഇതിപ്പോൾ ന്യൂ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഗേറ്റ് വേ ഗോപുരമൊക്കെ ഭയങ്കര കളർഫുൾ ആവുകയാണ്. വെയിലിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞു വരുന്നു. ഏകദേശം 4:30 മണി 5 മണിയൊക്കെ ആയി. സോ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കുംഭകോണം ഔട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഒരു സ്ഥലം വരെ. അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ച് കുംഭകോണത്തിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. ഇത് കണ്ടാണ് അങ്ങോട്ട് പോയത്, പക്ഷെ അപ്പോൾ ഇറങ്ങിയില്ല, തിരിച്ചു വരുന്ന വഴിക്ക് ഇറങ്ങുന്നത്. ഇത് ധാരാസുരം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് അടുത്ത ടെമ്പിൾ ഉള്ളത്. ഇവിടെ കുറേ ഈ കുട്ടികളുടെ സോഫ്റ്റ് ടോയ്സ് എൻ്റെ കുറേ കടകൾ കാണാം പോകുന്ന വഴിക്കെല്ലാം. ഒന്നല്ല, കുറേ കാണാം. അത് ഇവിടെ മാനുഫാക്ചറിങ് ഉണ്ട് ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുമ്മാ ഒന്ന് കണ്ട് വിലയൊക്കെ ഒന്ന് ചോദിക്കാമല്ലോ. ഇതുള്ളല്ലോ. പട്ടി ഉണ്ടോ? പട്ടി, ഡോഗ്, സൗണ്ട് സൗണ്ട് ഇല്ലേ? സൗണ്ട് ഉള്ള ഡോഗ് ഇല്ല. ഓക്കെ, ശരി. അപ്പോൾ ഇതെടുക്കാം. കാറ്റ് ഇഷ്ടമാണ് മോൾക്ക്. അയ്യോ, ഇത് നോക്കിയേ, ഒറിജിനൽ ഡോഗ് മാതിരി ഇരിക്കുക. അമ്മോ വെയിറ്റ് ഉണ്ട് കേട്ടോ. അമ്മോ
ഇത് വെയിറ്റ് ഉണ്ട് അമ്മ ഇതെന്നാ വില? 3000. എന്നാലും കുഴപ്പമില്ല, 3000 3000 ഹെവിയാണ്. കണ്ട ഒറിജിനാലിറ്റി. യെസ്, നൈസ് ഫിനിഷിങ്. അമ്മടാ പട്ടിയായിട്ട് നിൽക്കുന്നു. സ്ലീപ്പിംഗ് കാറ്റ്. മെയ്ഡ് ഇൻ ഇതെല്ലാം ചൈനയാ? ഇവിടെ ഇന്ത്യ സ്റ്റിക്കർ ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ട് മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. അടിപൊളി. അപ്പം നമ്മൾ ഈ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നത് തന്നെയാണ് തോന്നുന്നു. അയ്യോ പൂച്ച ഉറങ്ങുന്നു. അയ്യോ ഇവിടെ കൂട്ട കരച്ചിലായല്ലോ. ഇതെന്ന് വില? ഇതെല്ലാം 220. ഇതോ? ഇതും സൗണ്ട് ഉണ്ടാക്കും. സൗണ്ട്. ഇത് ബാറ്ററി മാറ്റാൻ പറ്റുന്നു. എല്ലാം മെയ്ഡ് ഇൻ ചൈന എന്നാണ് ഇതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. നോക്ക്, സ്റ്റിക്കർ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ സിംഹം. വാവ്, ചെറിയ സിംഹം. ഇതൊക്കെ എന്നാ വില? 180. 180. ഈ ഇതൊക്കെയോ? ടൈഗർ. അയ്യോ ഇത് ക്യൂട്ട് ഡോഗ്. ഈ ഡോഗ് 180. ഇതെല്ലാം 180. ചീറ്റ എല്ലാം 180. കണ്ടോ ഇതൊക്കെ? അത് ചീറ്റയൊക്കെ 180 ഉള്ളൂ. ഇതെല്ലാം 180യുടെ ടോയ്സാണ്. കുട്ടികൾക്കെല്ലാം പഠിപ്പിക്കാമല്ലോ, നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ലയൺ, ടൈഗർ എന്നൊക്കെ പറഞ്ഞ് ഫിഗേഴ്സ് കാണിച്ച് പഠിപ്പിക്കാം. ഇത് ശബ്ദം ഉണ്ടാക്കുമോ? ഇല്ല. ഇത് അത് തന്നെ 180യോ? 280. ഫിനിഷിങ്. അത് നല്ല ഫിനിഷിങ്. സോഫ്റ്റ്. 280. എന്നാലും ഭയങ്കര വില കുറവാണ്. ഇതിനകത്ത് റാബിറ്റോ? അയ്യോ പോയി. ഓ ഇത് ബാഗാ? തുറന്നു നോക്കുമ്പോൾ റാബിറ്റ്. ഇതല്ലെങ്കിൽ ഒരു ബാഗ്. ധാരാസുരം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇതുപോലെ സോഫ്റ്റ് ടോയ്സിൻ്റെ ഇൻഡസ്ട്രി ഉണ്ട്. ഇത് കോട്ടേജ് ഇൻഡസ്ട്രി മാതിരി അല്ലേ? വീടുകൾ അതോ ഓൺ ബിൽഡിംഗ്? ഒരുപാട് വലിയ അതല്ല അല്ലേ? ഓക്കെ. മാനുഫാക്ചറിങ് മെയിനായിട്ട് ഇതുണ്ട് കേട്ടോ. മെത്ത, പില്ലോസ്. ശരിക്കും പറഞ്ഞാൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ അതും എല്ലാം കാണാമായിരുന്നു. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഇവിടെ വരാം, വന്നിട്ട് ഇതെല്ലാം കാണാം. പായ് ബെഡാ? പായയുടെ കൂടെ ഉള്ള സോഫ്റ്റ് ബെഡ്. ഓ, പായ മടക്കി ഇടുമ്പോൾ പായ് ബെഡ്. അങ്ങനെ സോഫ്റ്റ് ബെഡ് ഇവിടെ ഇരിക്കുക. ഒരെണ്ണോ സാമ്പിള്? ഓക്കെ. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്, ഇവിടെ പ്രൊഡക്ഷൻ ഉള്ളതാണ് ഈ ഏരിയയിൽ. ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും പായായിട്ട്. പക്ഷെ നമ്മളിങ്ങനെ ഇടുമ്പോൾ അതിനകത്ത് മെത്തയുടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. ഇതാണ് പായ് ബെഡ്. നമ്മളിത് എവിടെയോ കണ്ടല്ലോ, ട്രാവൽ ബെഡ്. ഓ യാ, ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ പോയപ്പോൾ. ഇതെന്നാ വില? 1050. 50 രൂപ കുറച്ച് തരും. അങ്ങനെ 1000 അതേ ഉള്ളൂ. ഹോം ബെഡ്. വലിയ മെത്ത. ഓ, കട്ടിൽ നമ്മുടെ ഇത് മെത്ത തലയാണ്. ഇതൊക്കെ എന്താണ് മെറ്റീരിയൽ അകത്ത്? പ്യൂർ കോട്ടൺ. ഓക്കെ, പഞ്ഞിയാണ് അല്ലേ? കോട്ടൺ. വാഷബിൾ ആണ്. ഓക്കെ. ഇങ്ങനെ ചെയ്യുമ്പോ എലിഫന്റ് ആകും, അല്ലെങ്കിൽ ഓ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ ചെയ്താലും അത് തിരിച്ചു വരും. ഓ അങ്ങനെ പ്രസ് ചെയ്യാന്ന്? എങ്ങനെ? എല്ലാവരും പ്രസ് ചെയ്താൽ അവന് ഒരു കുഴപ്പവും പറ്റില്ല. അത്രയും സോഫ്റ്റ് ആക്കിയെടുക്കാം. ഓക്കെ, നൈസ് പ്ലേസ്. ഇതെന്ത് വില? ഈ ആന വെരി സോഫ്റ്റ്. ഞാൻ കളിച്ച് അവരുടെ വീടിനകത്ത് എത്തും മിക്കവാറും. ഇവിടെ ഇതെന്ത് വില? ദിസ് വൺ എന്നാ വില? 1600. കോസ്റ്റ്ലി ആണെന്നാ പറയുന്നത്. 1600ൻ്റെ ഇതൊന്നും നമ്മുടെ അവിടെ ഒന്നും കിട്ടില്ലല്ലോ. കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വാങ്ങി 1600 കിട്ടും? ഒരിക്കലും ഇല്ല. അതിന്റെ മെറ്റീരിയൽ വ്യത്യാസം. ഓ, ഇവിടെ അതിന്റെ ചെറുതുണ്ട് കേട്ടോ, 550ൻ്റെ ഒക്കെ. ആ സെയിം മെറ്റീരിയലില് ബൗൺസിങ് ടൈപ്പ്. ഇത് 500 ആ റേഞ്ച്. അപ്പൊ ധാരാസുരം വരികയാണെങ്കിൽ, അതായത് കുംഭകോണത്തിൽ നിന്ന് ഒരു 15 കിലോമീറ്റേഴ്സ്. ഇത് ഹോം ബെഡ്. എല്ലാം കോട്ടണിൽ തന്നെയാണ് ചെയ്തത്. ഇതൊക്കെ എന്നാ വില? 1350. ഇത്രയേ ഉള്ളൂ അതിൻ്റെ വണ്ണം. നല്ല സോഫ്റ്റ്.
തറയിലൊക്കെ വെറുതെ കട്ടലിൻ്റെ മുകളിൽ വിടാം, വേണമെങ്കിൽ തറയിൽ വിരിച്ച് കിടക്കുകയും ചെയ്യാം. ഓക്കെ, പോതും കുറേ ഉണ്ട് കാണാൻ, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ, പോകണമല്ലോ. കുറേ ക്യൂട്ട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി എന്ത് ക്യൂട്ട്. ഇതൊക്കെ ചെറിയ പൈസ ഉള്ളൂ അല്ലേ? 280, 280. എനിക്ക് വേണം. എനിക്ക് സത്യം ഞാൻ പുടുമോളുടെ പേരും പറഞ്ഞ് മേടിക്കുന്നേ ഉള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടം. പുടുമോൾക്ക് ഇത് എത്ര ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. കാര്യം മോള് ക്യാറ്റ് അങ്ങനത്തെ ഇങ്ങനെ ഇഷ്ടം. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നതോ? വാങ്ങിട്ട് വന്നത്. ഓക്കെ. അല്ല അല്ല, ഇവർ സോഫ്റ്റ് ടോയ്സിൻ്റെ ആൾക്കാരാണ്. കുതിര ഇതെന്താ വില? ഇതിലെ സൗണ്ട് കേൾക്കോ? ആണോ? ഓക്കെ, അടിപൊളി. ഇത് ഇവിടുത്തെ ഒരു രീതിയാണ് കേട്ടോ. ഇങ്ങനത്തെ കടകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഈ റോഡ് സൈഡിലെല്ലാം കാണാം. വൺ ഓഫ് ദ ബെസ്റ്റിലാണ് ഞാൻ കയറിയത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ട്. ഏറ്റവും റേറ്റ് കമ്മിയാണ് അല്ലേ? എല്ലായിടത്തെക്കാട്ടിലും ബാക്കി ഷോപ്സിനെക്കാട്ടിലും റേറ്റ് കമ്മി. ഇത് റീറ്റെയിൽ അല്ലേ? അത് ഇത് റീറ്റെയിൽ അല്ല, ഇത് ഹോൾസെയിലാ? ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഹോൾസെയിൽ ആണെങ്കിൽ ഇനിയും കമ്മിയാവും. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ റീറ്റെയിൽ ആയിട്ട് 1-2 പീസൊക്കെ അല്ലേ വാങ്ങണുള്ളൂ. അല്ലാതെ ഹോൾസെയിലായിട്ട് നിങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ട് പോയി ഒന്ന് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും വില കുറച്ച് അവർ കൊടുക്കും, കമ്മിയായിട്ട്. അത് കൊണ്ടുപോയി അവിടെ ഇരട്ടി വിലയ്ക്കെല്ലാം വിൽക്കാമല്ലോ. അതാണല്ലോ പതിവ് എല്ലാവരും ചെയ്തത്. ആ, ഇത് എൻ്റെ വാലാടുന്ന് നോക്കി. സെയിം കുതിര മാതിരി സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ. മോൾക്കുണ്ടോ? ഓ, ആ ഓക്കെ. സംസാരിക്കുന്നുമുണ്ട് ഹോസ്, പാട്ട് പാടുന്നു. വാ, മൂമെന്റ്. ഓ, അപ്പൊ കുട്ടികൾക്ക് എന്നെ മേളിൽ കയറി ഇരിക്കാൻ പറ്റുമോ? ഉക്കാന്നിട്ട് ആണോ? ഇതേപോലെ ഉരുട്ടി കൊണ്ടുപോവാ അല്ലേ? ഓ, ദാറ്റ്സ് നൈസ്. അങ്ങനെ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്തു. അല്ല, കാറിന്റെ ഡിക്കിയിലോട്ട് മാറ്റും. കീ ചെയിൻ. ഓ, കോംപ്ലിമെന്ററി കീ ചെയിൻ. ഒരു കീ ചെയിൻ കൂടി തരാം. ബൊമ്മ. ഓക്കെ, ഗിഫ്റ്റ് കീ ചെയിൻ. ഇത് ഇവരിവിടെ ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ്. ഓക്കെ. ഈ ഷോപ്പ് പേര് സെൽവി ഗാർമെൻറ്റ്സ്, ധാരാസുരം. റോഡ് സൈഡാണ് കേട്ടോ. അതേ നമ്മൾ പോകുന്ന വഴിയാണ്. ഇങ്ങനെ കുംഭകോണത്തു നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ധാരാസുരം ഇങ്ങനെ പോണേ. അന്ന് പാപനാശം, ഇത് കഴിഞ്ഞാൽ പാപനാശം, അങ്ങനെ പോകും. ലയൺ, ടൈഗർ, ബിഗ് വൺസ്. ഇതൊക്കെ എന്ത് വിലയാവും ഈ വലുത്? 2500 രൂപയുള്ളൂ കേട്ടോ. ഇത്രയും വലിയ ടൈഗർ, ബിഗ് സൈസ്. അവിടെ കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ കിട്ടുമെന്ന്. ട്രിവാൻഡ്രത്തൊന്നും, സിറ്റിയിലൊന്നും കിട്ടില്ല. ഇത് ഇവരുടെ പ്രൊഡക്ഷൻ സ്ഥലം ആയതുകൊണ്ട് അവരിത് ഹോൾസെയിലാണ്. ഹോൾസെയിൽ കം റീറ്റെയിൽ. ഹോൾസെയിലായിട്ട് ഒരുപാട് പീസസ് വാങ്ങുകയാണെങ്കിൽ അതിലും കുറയും.